നിങ്ങൾക്ക് റുപ്പിമൻ ചാനലിലൂടെ വരുന്ന വീഡിയോകൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നേരിട്ടുള്ള സംശയങ്ങൾ ആസ്ക് റുപ്പിമൻ സർവീസ് വഴി വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഈ അടുത്ത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 13 ചോദ്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുകയാണ്. UAE ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷകനാണ്. ഐ ആം എൻ NRI. ഇഫ് ഐ സ്റ്റാർട്ട് SIP, ഹൗ ആൻഡ് വെൻ ഐ ക്യാൻസൽ മൈ വിസ ആൻഡ് ചേഞ്ച് ടു റെസിഡൻറ്റ്, ഹൗ ക്യാൻ ഐ കണ്ടിന്യൂ സെയിം സിപ്പ്? വളരെ നല്ല ചോദ്യമാണ്. പല NRIകൾക്കും ഉള്ളൊരു ചോദ്യമാണ്. NRIകൾ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലുള്ള NRIകൾ അവിടെ സ്ഥിരതാമസമാക്കാൻ പോയിട്ടുള്ള ആളുകളല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവർ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വരും ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന SIPകൾ എങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷവും കണ്ടിന്യൂ ചെയ്യാം, അതായത് വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞാലും എങ്ങനെ SIPകൾ കണ്ടിന്യൂ ചെയ്യാം, എങ്ങനെ അത് മാനേജ് ചെയ്യാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് KYCകൾ സാധാരണ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ NRI ആയിട്ട് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ വിദേശ രാജ്യത്തെ IDയും വിദേശ രാജ്യത്തെ അഡ്രസ് പ്രൂഫും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ KYC വാലിഡേഷൻ ചെയ്തിട്ടുള്ളതും അതിനെ തുടർന്നാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുന്നത്. അത് NRO അക്കൗണ്ടിൽ നിന്നോ NRE അക്കൗണ്ടിൽ നിന്നോ ആയിരിക്കും. അത് നിങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും സെയിം മ്യൂച്വൽ ഫണ്ടുകൾ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ സ്ഥിരതാമസമാക്കും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ എന്ത് വേണം, NROയിൽ നിന്ന് SBI അക്കൗണ്ടുകളാക്കി മാറ്റണം. NRE അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മെച്ചൂർ ആവുന്നവരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാമെങ്കിലും നിങ്ങൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ NRE അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നടത്തുകയും വേണം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അടുത്തുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ക്യാൻസ് അല്ലെങ്കിൽ കാർവി എന്ന് പറഞ്ഞ ഓഫീസിലോ പോയിട്ട് KYC മോഡിഫിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോം വാങ്ങുകയും ആ ഫോമിൽ ഇന്ത്യയിലെ അഡ്രസ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഇമെയിൽ ID മാറില്ലല്ലോ, അത് മെൻഷൻ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ആവുകയും നിങ്ങൾക്ക് പഴയ SIPകൾ ഈ KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ SIPകളിൽ പോയിട്ട് ഓരോ SIPകളിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുകയും ചെയ്യുക. അപ്പോൾ ഈ KYC പ്രോസസ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കറൻറ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന SIPകൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് നന്നായിരിക്കും. അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടുള്ള SIPകൾ കുറച്ച് നാൾ നിങ്ങൾ എന്ത് ചെയ്യും, 1-2 മാസം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ തുടർന്ന് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പുതിയ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന രീതിയിൽ നിങ്ങളുടെ SIPകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. UAE ടിക്കറ്റിൻ്റെ അടുത്ത ചോദ്യം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഡീറ്റെയിൽസ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ബഡ്ജറ്റ് സമയത്ത് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ പറ്റി ആളുകൾ ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 2 തരത്തിലുള്ള ഫണ്ടുകളാണ് പ്രധാനമായിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ. അതായത് ഒന്ന് ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിക്ഷേപങ്ങൾ കൂടുതൽ നടത്തുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്. 2 ബോണ്ടുകളും കടപ്പത്രങ്ങളിലും ഒക്കെ നിക്ഷേപിക്കുന്ന ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ പിൻവലിക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് 10% ഉണ്ടായിരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12.5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കുന്ന ആ സമയത്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയും. ആ ടാക്സ് 15% എന്ന് പറഞ്ഞാൽ ലാഭത്തിൻ്റെ 15% എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിന്ന് ലാഭത്തിൻ്റെ 20% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇക്വിറ്റി ഫണ്ടുകളുടെ കാര്യം. ഡെറ്റ് ഫണ്ടുകളുടെ കാര്യത്തിൽ കുറേ കൂടെ എളുപ്പമാണ്. ഡെറ്റ് ഫണ്ടുകളിൽ നമ്മൾ പിൻവലിക്കുന്ന സമയം എപ്പോഴോ ആയാലും നമ്മളുടെ ടാക്സ് സ്ലാബ്, ഇൻവെസ്റ്ററുടെ ടാക്സ് സ്ലാബിനനുസരിച്ച് ഡെറ്റ് ഫണ്ടിൽ നിന്നുള്ള ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ പറ്റിയിട്ടുള്ള പുതിയ ഡീറ്റെയിൽസ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങളുടേതായിട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതിലെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.